ഹലോ വ്യൂവേഴ്സ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോണത് ഗ്രാനി സ്ക്വയർ വെച്ചിട്ട് നമുക്കൊരു 1.5 ഇയർ ആയിട്ടുള്ള ബേബിക്ക് എങ്ങനെ ഒരു ഫ്രോക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോട്ടൺ യാണാണ്. അതുപോലെ 2 mm ഹൂക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം നമുക്കൊരു സ്ലിപ്പ് നോട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം. ദെൻ നമുക്ക് 5 ചെയിൻ സ്റ്റിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ ഫസ്റ്റ് ചെയിനിലൂടെ നമുക്കൊരു സ്ലിപ്പ് നോട്ടും കൂടെ ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഒരു റൗണ്ട് അവിടെ ഫോം ചെയ്തിട്ടുണ്ടാവും സെൻറ്ററിൽ. അതിലേക്ക് നമുക്ക് 15 ഡബിൾ ക്രോഷേസ് ചെയ്തെടുക്കാം. ഞാനിവിടെ 15 ഡബിൾ ക്രോഷേസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 3rd സ്റ്റിച്ചിലേക്ക് ഈ റൗണ്ടൊന്ന് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഇനി നമുക്ക് ഈ ബാക്കി വരുന്ന യാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് നീഡിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ ഹൂക്ക് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് യാണാണ്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് എടുത്തു കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് പഫ് സ്റ്റിച്ചാണ്. അതിന് ഞാനിവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി യാൺ ഓവർ ചെയ്തിട്ട് നമുക്ക് ആ ചെയിൻ സ്റ്റിച്ചിനുള്ളിലൂടെ തന്നെ എടുക്കാം. വീണ്ടും യാൺ ഓവർ ചെയ്യാം, സ്റ്റിച്ചിനുള്ളിലൂടെ തന്നെ എടുക്കാം. സെയിം സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ ഇത്രയും 4 ടൈംസ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് എല്ലാത്തിൻ്റെയും ഉള്ളിലൂടെ നമുക്ക് യാൺ പുറത്തേക്ക് എടുക്കാം. 2 ചെയിൻ സ്റ്റിച്ചും ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. യാൺ ഓവർ ചെയ്യാം, വീണ്ടും എടുക്കാം, യാൺ ഓവർ. അങ്ങനെ 4 ടൈംസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ ത്രെഡിൻ്റെ ഉള്ളിലൂടെയും കൂടെ നമുക്കിതുപോലെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. ദെൻ നമുക്ക് 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 1 2. ഈ ഒരു മെത്തേഡാണ് നമുക്ക് ഈ 16 ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യേണ്ടത്. ആ ഒരു റൗണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് റൗണ്ട് നമുക്ക് ചെയ്യേണ്ടത് ക്ലസ്റ്റർ സ്റ്റിച്ചാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി നെക്സ്റ്റ് ആ ഒരു സ്പേസിലൂടെ ഒരു യാൺ ഓവർ ചെയ്തു. അതിന് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഇതെടുത്തു. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും 2 ലൂപ്സിൻ്റെ ഉള്ളിലൂടെ എടുക്കാം. എഗെയിൻ 2 ലൂപ്സിൻ്റെ ഉള്ളിലൂടെ എടുക്കാം. അങ്ങനെ 4 ടൈംസ് നമ്മൾ ചെയ്തു. അപ്പോൾ നമുക്ക് ടോട്ടൽ 5 ലൂപ്സ് ഇവിടെ കിട്ടും. അതിനെല്ലാം കൂടി ഉള്ളിലൂടെ നമുക്ക് യാൺ പുറത്തേക്ക് എടുക്കാം. 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഇതാണ് ക്ലസ്റ്റർ സ്റ്റിച്ച്. എഗെയിൻ നമുക്ക് അടുത്ത സ്പേസിലും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 16 ടൈംസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത്
ഇനി നമുക്ക് ഫസ്റ്റ് സ്പേസിൽ ഒരു 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ആ സ്പേസിൽ തന്നെ ഞാൻ 2 ഡബിൾ ക്രോഷേസും ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് സ്പേസിൽ നമുക്ക് 3 ഹാഫ് ഡബിൾ ക്രോഷേസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് സ്പേസിലും നമുക്ക് 3 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. അഗൈൻ തേർഡ് സ്പേസിൽ നമുക്ക് 3 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തെടുക്കാം. അങ്ങനെ 3 ടൈംസ് 3 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഫോർത്ത് സ്പേസിൽ നമുക്ക് ഫസ്റ്റ് 3 ഡബിൾ ക്രോഷേസ് ചെയ്യാം. ദെൻ നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ദെൻ ആ സ്പേസിൽ തന്നെ നമുക്ക് 3 ഡബിൾ ക്രോഷേസ് വീണ്ടും ചെയ്ത് കൊടുക്കാം. അത് നമുക്കൊരു കോർണർ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇനി നമുക്ക് 3 ഹാഫ് ഡബിൾ ക്രോഷേസ് ചെയ്യാം. 3 സ്പേസിൽ 3 വീതം ഹാഫ് ഡബിൾ ക്രോഷേസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഫോർത്ത് സ്റ്റിച്ചിൽ വരുമ്പോൾ കോർണർ മേക്ക് ചെയ്യണം. അതിന് നമുക്ക് ഒരു സെയിം സ്റ്റിച്ച് തന്നെ നമുക്ക് ആദ്യം 3 ഡബിൾ ക്രോഷേസ് ചെയ്യാം. ദെൻ ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ദെൻ വീണ്ടും 3 ഡബിൾ ക്രോഷേസ് ആ സെയിം സ്റ്റിച്ച് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ. ഇത് നമുക്ക് കംപ്ലീറ്റ് ഈ റൗണ്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ 3 കോർണേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫോർത്ത് കോർണറിന് വേണ്ടിയിട്ട് ലാസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ ആ സ്റ്റിച്ചിൽ തന്നെ 3 ഡബിൾ ക്രോഷേസ് വീണ്ടും ചെയ്ത് കൊടുക്കാം. ദെൻ ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ നമുക്ക് ഈ ഒരു റൗണ്ട് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത റൗണ്ടാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ദെൻ ആ സെയിം സ്പേസിൽ തന്നെ ഞാൻ 2 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി 4 ഹാഫ് ഡബിൾ ക്രോഷേസ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു കോർണർ മേക്ക് ചെയ്യാം. അതിന് 5th സ്പേസിൽ നമുക്ക് ഇതുപോലെ 3 ഡബിൾ ക്രോഷേസ് ചെയ്യാം. ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. അഗൈൻ 3 ഡബിൾ ക്രോഷേ സെയിം സ്റ്റിച്ചിൽ നമുക്ക് ചെയ്തെടുക്കാം. ദെൻ 4 ഹാഫ് ഡബിൾ ക്രോഷേ, ദെൻ കോർണർ. അങ്ങനെ നമുക്ക് ഈ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാം. ലാസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ചിൽ അഗെയിൻ 3 ഡബിൾ ക്രോഷേ ചെയ്ത് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ആ ഒരു റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇനി അടുത്ത റൗണ്ടിൽ 4 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ട്രിപ്പിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. 2 ട്രിപ്പിൾ ക്രോഷേ നമുക്ക് ആ ഒരു സ്റ്റിച്ച് തന്നെ സെയിം സ്പേസ് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് സ്പേസിൽ ഞാൻ ചെയ്തിട്ടുള്ളത് 3 ഡബിൾ ക്രോഷേസ് ആണ്. ഇനി ലാസ്റ്റ് സ്റ്റിച്ചിൽ 3 ട്രിപ്പിൾ ക്രോഷേസ് ചെയ്തു, ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തു. നമുക്ക് ആ ഒരു റൗണ്ട് നമുക്കിതുപോലെ ക്ലോസ് ചെയ്തെടുക്കാം. ഇനി ഈ ഗ്രാനി സ്ക്വയേഴ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഫ്രോക്ക് ഉണ്ടാക്കിയെടുക്കുകയെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കൊടുക്കാം. വീഡിയോ ഭയങ്കര ലോങ് ആണ്. അപ്പം നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 വീഡിയോ ആക്കിയിട്ടാണ് ഞാൻ ചെയ്യണേ. അപ്പോൾ അടുത്ത പാർട്ടാക്കിയിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കി ഇടാം.